എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്താ പറയുക സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ചെയ്യുമ്പോഴേ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വേണ്ടേ? ഇതൊക്കെ തോന്നിയിട്ടില്ലേ? മനസ്സിലായില്ല. അങ്ങനെയല്ല, ചെറുതായിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ആൻസർ അല്ല കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെയോ? ആ രമ്യ ഞങ്ങളെ ഫീൽ ചെയ്യുന്നില്ലേ? ചെറുതായിട്ട് എനിക്ക് തോന്നി. അല്ല, നമുക്ക് നോക്കാം, സംസാരിച്ച് നോക്കാം ഒന്ന്. അല്ല, മാറ്റിയിട്ട് ഇന്റർവ്യൂ എടുക്കാം. ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അത് മാറ്റിയിട്ട്. അല്ല, എന്താ ഉദ്ദേശിച്ചേ? രമ്യ പറ. അല്ല, ആള് പറയുന്നത് ആള് ചോദിക്കുന്നതിനൊന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. പൊതുവേ ഒരു ഇതില്ല. അപ്പോൾ എനിക്കത് പൊതുവേ നമ്മൾ വിചാരിച്ച ആ ഒരു ആൻസർ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ ഉത്തരം പറഞ്ഞേ. അത് രമ്യ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്കോ? ഞാൻ ജാടയിൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഞാനല്ല, രമ്യാണ് ഞാനല്ല പറഞ്ഞേ. പുള്ളിക്കാരി എനിക്ക് അങ്ങനെ ഒരു ജസ്റ്റ് ഫീൽ ചെയ്തു. ഞാൻ വന്നപ്പോൾ വിചാരിച്ചില്ല, പക്ഷെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു. എന്താണ്? അല്ല, എനിക്ക് ഒരു ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല, ഇവിടേക്ക് നോക്കുന്നു, അങ്ങനെ തോന്നിയായിരുന്നു. തോന്നിയല്ലേ? അവിടെ തോന്നി. എനിക്ക് ജാടയായിട്ടോ? പക്ഷേ ഇപ്പം ജാടയെന്ന് പറഞ്ഞത് പുള്ളിക്കാരി, ഞങ്ങളല്ല, പുള്ളിക്കാരിയാണ് പറഞ്ഞത്. ഒരിക്കലും ഇല്ല. ഞാൻ ജാടയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഈ രീതിയിലല്ല സംസാരിക്കുക. ഞാൻ കുറച്ച് കാലിൻ്റെ കാലൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഹായ് ആയിട്ട് പറയൂ, ആ ഒരു രീതിക്കല്ലേ സംസാരിക്കുക. ഞാൻ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇവിടെ അല്ല, ഇവിടെ അല്ല, ഇത് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എന്ത് ജാട കാണിച്ചു എന്നാ പറയുന്നത്? അല്ല, ഇവിടെ പിന്നെ അനീഷ് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ആള് ഭയങ്കര ഓപ്പൺ അപ്പ് ആണ്. അല്ല, അനീഷ് എന്നെ വിളിച്ചപ്പോ അനീഷ് എന്നോട് പറഞ്ഞു ഇതുപോലെ കോൺട്രവേഴ്സിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ഒരു ഫീമെയിൽ ആങ്കർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊതുവായിട്ടുള്ള എന്റെ ഇന്റർവ്യൂസിലൊക്കെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്തു. അല്ല, അത് ഇനിയിപ്പോ ഗസ്റ്റിന് അതൊരു ഇതാവോന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. അതല്ല, എന്താവുമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കണ്ണിലേക്ക് നോക്കിയിട്ടൊന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പൊ അതൊരു ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന രമ്യാണ്. ഇപ്പോ അനീഷും രമ്യയും കൂടാണ് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ നമ്മള് നമ്മള് ഒരു ക്യാമറ നമ്മുടെ ഫേസിലേക്ക് വെച്ചേക്കുന്നത് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാനും നിങ്ങൾക്ക് ഉത്തരം തരുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇത്രയും അതല്ല ബ്രോ, അങ്ങനല്ല. അത് നമ്മളൊരു ക്ലാരിറ്റി വേണം. ഇതിപ്പോ എന്നെ വിളിച്ചു വരുത്തിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കായിപ്പോയി. അല്ല, ഇങ്ങനെ എനിക്കങ്ങനെ തോന്നി. കാരണം ഞാൻ ഇത്തിരി ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു അനീഷിനോട്, ഇങ്ങനെ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചത്. അനീഷും പറഞ്ഞു ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ചോദിച്ചതിനൊരു ആൻസർ കിട്ടിയില്ല. അതല്ല രമ്യ, ഞാൻ എന്തിന്റെ ആൻസറാണ് രമ്യക്ക് തരാതിരുന്നത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു ഇപ്പൊ ചോദിച്ച ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ചോദിക്കുമ്പോ അനീഷിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. ആണോ? അങ്ങനെ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലല്ലേ തീർക്കണ്ടേ? അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലല്ലേ തീർക്കണ്ടേ? ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടിൽ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ ഫുൾ ടൈം രമ്യയുടെ മുഖത്ത് നോക്കി മാത്രം ഇത് എനിക്ക് ആൻസർ തരാൻ പറ്റത്തില്ല. ഞാനപ്പോ ക്യാമറയിൽ നോക്കണം, അനീഷിനെ നോക്കണം, നിങ്ങൾ 3 പേരെ നോക്കുന്നുണ്ട്. ക്യാമറയും ഇവിടെ ഒരു പേഴ്സൺ ആണ്. ഇയാളെ കുറെ നേരം നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ഇത് സോൾവ് ആക്കട്ടെ. പറഞ്ഞിട്ട് നമുക്ക് അതല്ല അനീഷ് എന്നെ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതുപോലെ 2-3 കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ എൻ്റെ കൂടെ ഒരു ഫീമെയിൽ ആങ്കറും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. എന്നോട് പറഞ്ഞു നിങ്ങൾ ജാടയാണ്. അല്ല, അനീഷ് എന്ന് പറഞ്ഞു ഞാൻ ജാടയാണെന്ന് പറഞ്ഞു. പക്ഷേ വേറെ കാര്യമുണ്ട്, രമ്യയുടെ ഫേസിൽ ചിരി വരുമ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ കളിയൊക്കെ നല്ല ഫീൽ ചെയ്യുന്നു.
വരുന്ന ഗസ്റ്റിനെ കളിയാക്കാണോ ചിരിച്ചിട്ട്? അല്ല, എനിക്ക് ജാടയാന്ന് പറയുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നില്ല? അല്ല ബ്രോ, ഇല്ലേ ചെറുതായിട്ടൊരു ജാട ഫീൽ ചെയ്തില്ലേ അയാൾക്ക്? തോന്നി ആളും കൂടി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിനക്ക് ഫീൽ ചെയ്തോ? ജാട ഫീൽ ചെയ്തോ? എന്താണ് നിങ്ങൾ ജാട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഫീൽ ചെയ്തോ ജാട? ഫീൽ ചെയ്തോ? അഖില് ഫീൽ ചെയ്തോ? അല്ല, എന്താണ് നിങ്ങൾ ജാട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഞാൻ വളരെ ഫ്രണ്ട്ലി വെച്ച് അടിച്ചേക്കല്ലേ എന്നെ, ഞാനല്ല പറഞ്ഞത്, പുള്ളിക്കാരിയാ പറഞ്ഞത്. അല്ല, ഞാൻ ജാട എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണ്? പക്ഷേ പിന്നെ ഹസിയുടെ ഉത്തരങ്ങൾക്കൊന്നും കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ക്ലാരിഫിക്കേഷൻ ആണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തില്ല. അതാണ് പറഞ്ഞത് പുള്ളിക്കാരി. ആണോ? നമ്മൾ ചോദിച്ചതിനുള്ള ഒരു റൈറ്റ് ആൻസർ അല്ല എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇയാൾ അങ്ങനെയല്ല ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിൽ നിങ്ങൾ എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അന്നേരം പറയണം, മാം ഈ ക്വസ്റ്റ്യന് ഞാൻ നേരം പറഞ്ഞു. എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു തോന്നിയപ്പോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടോ? അല്ല, 20 മിനിറ്റ് ഇത്രയും നേരം ഞാൻ സംസാരിച്ച്. അല്ല, അതല്ല അനീഷ്, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് അതല്ല അഖിലേ, ഒരു ക്ലാരിഫൈ വേണ്ടേ? ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇത്രയും നേരം അപ്പം എടുത്ത് ഇന്റർവ്യൂസ് എന്ത് ചെയ്യും? കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അതല്ല, അതിപ്പോ പറഞ്ഞെങ്കിൽ നന്നായി. കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അത് ആര് ഇതിന്റെ ഒന്നും ഉത്തരവാദി ഞാനല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു. ആര് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പ്രാങ്കോ? പിന്നെന്താ? അങ്ങനെയല്ലല്ലോ അനീഷ് പറഞ്ഞ. അനീഷ് ഈ എന്താ പറയാ എല്ലാത്തിനും ഒരു വ്യക്തത വേണ്ടേ? നിങ്ങൾ പറയുന്നു ഞാൻ ജാടയാണ്, ഇതൊരു പ്രാങ്ക് ആയിട്ട് പറഞ്ഞതായിരുന്നു. പ്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ ഒരു ഹിന്റെങ്കിലും തരണ്ടേ? നേരത്തെ പറയാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് ആയി പോയില്ലേ? അല്ല, അതല്ല, നിങ്ങളിപ്പോ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് എന്നോട് പറയാണ് ജാടയാണ്. ഞാൻ ജാടയായിട്ട് എന്തെങ്കിലും കാണിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ല മാം, നമുക്കത് വിടാം. കാര്യം ജസ്റ്റ് ഒരു പ്രാങ്ക്, ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. നമുക്കത് വിടാം. സോറി. അല്ല, അവര് പറയണല്ലോ. അത് അനീഷ് അല്ലല്ലോ പറയണ്ട, അവരല്ലോ പറയണ്ട. അനീഷാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ പറയണം. പിന്നെന്താ? അതല്ല അനീഷേ, ഇപ്പൊ എന്നെ ഇവിടെ വിളിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവരാണെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് പോട്ടെ, സാരമില്ല. പ്രാങ്കാണ്, 100% പ്രാങ്കാണ്. സോറി, അത് കുഴപ്പമില്ല. സോറി, നമ്മുടെ ഗസ്റ്റ് അല്ലേ. അങ്ങനെയല്ല, അത് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. നിങ്ങൾ എന്നാ ആലോചിച്ച് എന്നോട് പറയാണ് ജാടയാണ്, നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ശരിയല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? അല്ല, എങ്ങനെയാ രമ്യ ഒന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? തന്നെ സംസാരിച്ചാൽ മതി. ഇത് വളരെ അല്ല എനിക്ക് ഇതിന്റെ കാരണം ഇതാണ് കേട്ടോ, ഇയാളാണ്. എങ്ങനെയാ ഞാൻ സംസാരിക്കേണ്ടത്? എങ്ങനെയാ? ഇതുപോലെ സംസാരിച്ചാൽ മതി. ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. സൂപ്പർ. നിങ്ങൾ തമ്മിലൊരു ധാരണ നമുക്ക് ബാക്കി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇത് പ്രാങ്ക് ആയിരുന്നു. എനിക്ക് തോന്നിയില്ല ഇത് പ്രാങ്ക് ആണെന്ന്. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ ഇത്രയും പറയാൻ പറഞ്ഞു. ഒരു ഇന്റർവ്യൂലും എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. ഞാൻ ആദ്യം പറഞ്ഞു റോങ് ക്വസ്റ്റ്യൻസ് ഒന്നും എന്റെ ഭാഗത്തുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞതാ അല്ലേ? കാരണം ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളല്ല. അനീഷ്, ഇത് എന്റെ മേലേക്ക് ഇടരുത്. എന്തു ചെയ്യണ്ടേ? നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അഖിലേ, ഇത് ഇത്രയും നേരം എടുത്തില്ലല്ലോ.
നേരത്തെ പ്രാങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ഇടാനായിട്ട്? എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. പറഞ്ഞു ഇയാൾ തന്നെ പറഞ്ഞു. ജസ്റ്റ് പ്രാങ്ക് ആണ്. എനിക്ക് ഇവിടെ നിന്ന് തന്ന ഒരു എന്താ പറയാ നിർദ്ദേശമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഇങ്ങ വാ, കിട്ടിയല്ല പ്രാങ്ക് വിടാന്നിരി. ഇനി പറഞ്ഞു കുഴപ്പമില്ല. ആക്ച്വലി ഞങ്ങള് രമ്യനെയാണ് പ്രാങ്ക് ചെയ്തത്. ആദ്യത്തെ ഇന്റർവ്യൂ അല്ല, ഒന്നും മനസ്സിലായിട്ടില്ല. അവന്മാരൊക്കെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് കേട്ടോ. അല്ല എനിക്ക് പിന്നെ മനസ്സിലായത് ആ കണ്ണികൾ കരയുന്നു. ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊടുത്താ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അല്ല ഇതേ അനീഷ് പറഞ്ഞ സമയത്തേ ഞാൻ കണ്ണുടക്കി അനീഷ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു പാവ ആ കുട്ടിയെ പ്രാങ്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ കണ്ണുടച്ചോ, കണ്ണുടച്ചോ. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫണ്ണാക്കിയ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. പുള്ളിക്കാരി ജനൻ ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തേക്ക് വന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചെറിയ സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്റെ എല്ലാം എന്റെ മണ്ടയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര അവിടെ പോയി ഇരുന്നിട്ടുള്ള ഞങ്ങൾ അങ്ങോട്ട് കുഞ്ഞുമോൻ സാറ് പറഞ്ഞിട്ട് പോയൊന്നും അല്ല.